second unit ആയ ബോൺസ് ഓഫ് ലവിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ കാണുന്നത്. മെറ്റേണിറ്റി എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ കൂടെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഹെയ്ക്കു കൊടുത്തിട്ടുണ്ട്. ഹെയ്ക്കു എന്ന് പറഞ്ഞാൽ ഒരു ജാപ്പനീസ് ഫോമാണ്. ഇതൊരു 3 ലൈൻസ് മാത്രമുള്ളൊരു പോയട്രിയുടെ ഒരു ഫോമാണ് ഹെയ്ക്കു എന്ന് പറയുന്നത്. അൺറൈംഡ് ലൈൻസ് ആയിരിക്കും ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ലൈറ്റിംഗ് വൺ ക്യാൻഡിൽ വിത്ത് അനദർ ക്യാൻഡിൽ സ്പ്രിംഗ് ഈവനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് ഒത്തിരി അധികം ക്യാൻഡിൽസ് കത്തിക്കാനായിട്ട് സാധിക്കും. അതായത് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു നല്ല നന്മയ്ക്ക് മറ്റുള്ള ആൾക്കാരുടെ ജീവിതം നന്മയിലേക്ക് അല്ലെങ്കിൽ പ്രകാശത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ കവിത, ഈ ഹെയ്ക്കുവിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ കഥയൊന്ന് കാണാം. ഇതൊരു അനക്ഡോട്ടാണ്. അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ഒരു ഫോം തന്നെയാണ്, ഒരു സ്റ്റോറിയുടെ ഫോമാറ്റിൽ തന്നെ ആയിരിക്കും. പക്ഷേങ്കിൽ അതിനകത്തൊരു ജീവിതത്തിൽ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ നടന്നൊരു കാര്യമായിരിക്കും അനക്ഡോട്ടിൽ വരുന്നത്. അപ്പം നമുക്ക് ഈ അനക്ഡോട്ടിൽ കാണാം. മെറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ മാതൃത്വം അല്ലേ. It was more than a month since they were at Marseilles. The camp of Armenian refugees on the outskirts of the town already looked like a small village. അപ്പം ആരാ നമുക്ക് പറഞ്ഞിട്ടില്ല, പക്ഷേങ്കിൽ അവരിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് മെർസലീസ് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികളാണ്, അർമേനിയൻ അഭയാർത്ഥികളാണ് ഇവർ. അവരൊരു ക്യാമ്പാണ്. ഇവിടെ ഇപ്പം ഏകദേശം ഒരു ചെറിയൊരു വില്ലേജ് പോലെ ആയിട്ടുണ്ട്, കാരണം ഒത്തിരി അധികം അഭയാർത്ഥികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. They had settled down in any way they could, the richest under tents, the others in the ruined sheds, but the majority of the refugees, having found nothing better, were sheltered under carpets held up at the four corners by sticks. അപ്പം പണക്കാരനെന്നില്ല പാവപ്പെട്ടവനെന്നില്ല എല്ലാ അഭയാർത്ഥികളും അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ടെൻ്റ് അടിച്ച് കിടക്കുന്നുണ്ട്, കുറച്ച് കാശൊക്കെ ഉള്ളവർ ഒരു ടെൻ്റ് അടിച്ച് കിടക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ടെൻ്റ് ഇല്ല. അപ്പോൾ അവർ മറ്റുള്ള ഈ കാർപ്പറ്റിൻ്റെ ഒക്കെ കീഴെയായിട്ടൊക്കെ അവർ ജീവിക്കുകയാണ്. വളരെ ദുരിതം പിടിച്ചൊരു ജീവിതമാണ്, വീടുകളൊന്നുമല്ല. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. They thought themselves lucky if they could find a sheet to hang up at the sides and wall them from peering eyes. Peering എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കുന്ന ആൾക്കാർ, തുറിച്ചു നോക്കുന്ന കണ്ണുകൾ. പിയറിങ് ഐസ് എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കുന്ന കണ്ണുകൾ. അപ്പം ഇവർക്കൊന്ന് അവരെ ജസ്റ്റ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ തുറിച്ചു നോക്കുന്ന ആൾക്കാരിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ചുറ്റും ഒന്ന് മറച്ചു കെട്ടാൻ പറ്റിയാൽ തന്നെ വളരെ സന്തോഷമാണ് ഈ ആൾക്കാർക്ക്. Then they felt almost at home. The men found work no matter what, so that in any case they were not racked with hunger and their children had something to eat. അപ്പം ഇവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റും ഒന്ന് കെട്ടാൻ ഒരു തുണിയെങ്കിലും ഒന്ന് വെച്ചൊന്ന് കെട്ടി മറയ്ക്കാൻ പറ്റിയാൽ അവർക്ക് വീട്ടിലുള്ള ഒരു സുരക്ഷിതത്വമാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ആണുങ്ങളെല്ലാം തന്നെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ട്. അവരുടെ കുട്ടികളും ഭാര്യമാരും അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ പട്ടിണിയിലായി പോകത്തില്ലേ. അപ്പം അതുകൊണ്ട് അവർ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നുണ്ട്. അടുത്ത പാരഗ്രാഫ്. Of all of them, Michaeli alone could do nothing. He ate the stale bread which his neighbor cared to offer, and it weighed on him. അപ്പം അടുത്ത നമ്മളൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിനെ കാണുകയാണ്. മിഖാലി എന്നാണ് ഈ ആളുടെ പേര്. ഒരു കുട്ടിയാണ്. അവന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അടുത്തുള്ളവൻ്റെ നൈബർ കൊടുത്ത ഒരു പഴകിയ സ്റ്റെയിൽ ബ്രെഡ് എന്ന് പറഞ്ഞാൽ പഴകിയ ബ്രെഡാണ് ഇവന് കഴിച്ചത്. But how could he think of looking for work when he literally bore on his back the burden of a newborn baby? അപ്പോൾ ഇവന് ജോലിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ പുറത്ത് ഒരു കുഞ്ഞുണ്ട്.
കുഞ്ഞിനെ അവന് ഒരു സഞ്ചി പോലാക്കി പുറത്ത് ഇട്ടിരിക്കുകയാണ്. കുഞ്ഞ് വളരെ വളരെ പൊടിക്കുഞ്ഞാണ്, ജനിച്ചതേ ഉള്ളൂ. Since his birth, which had caused his mother's death, he had wailed, proclaiming his famished state from morn till night. അപ്പം ജനിച്ച സമയത്ത് ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അമ്മ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ കുഞ്ഞ് പട്ടിണിയിലാണ്. അത് രാവിലെ മുതൽ രാത്രി വരെ കരഞ്ഞ് തളർന്നാണ് ഉറങ്ങുന്നത്. Who would have accepted Mikhai's services when his son compatriots had chased him from their quarters because they were unable to bear the uninterrupted howls which kept them awake at night? അപ്പം ഈ മിഖായിക്ക് ജോലി കിട്ടാത്തതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, തടസ്സം ഈ കുഞ്ഞ് തന്നെയാണ്. കാരണം രാവിലെ മുതൽ രാത്രി വരെ ഈ കുഞ്ഞ് കരച്ചിലാണ്. അപ്പം ആൾക്കാർക്കൊന്നും ഉറങ്ങാനായിട്ട് സാധിക്കത്തില്ല. ആൾക്കാരെ എല്ലാം ഡിസ്റ്റർബ് ചെയ്യുന്ന പോലാണ് ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വിശപ്പ് കൊണ്ടാണ് കരയുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കാം. Mikhail himself was dazed by these cries. His head was empty and he wandered about like a lost soul, dying from lack of sleep and weariness, always dragging about with him the deafening burden that had been borne for his misfortune and its own, and that had so badly chosen the moment to appear in his earth. അപ്പം ചില സമയത്തെങ്കിലും ഈ കുഞ്ഞിൻ്റെ ജനനത്തോടെ ഇവൻ്റെ ജീവിതം വളരെയധികം കഷ്ടപ്പാടുകളിലേക്ക് മാറിയിരിക്കുകയാണ്. കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ കുഞ്ഞിനും കഷ്ടപ്പാടാണ്, ഈ മിഖാലിക്കും കഷ്ടപ്പാട് തന്നെയാണ്. Everybody listened to it with irritation. They had so many troubles of their own and they all pitifully wished it would die. അപ്പം എല്ലാ ആൾക്കാരും അവിടെ ആരും തന്നെ നല്ല രീതിയിൽ ജീവിക്കുന്നവരില്ല. എല്ലാവരും പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം എല്ലാവരും ഈ കൊച്ച് മരിച്ചു പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ആണ് എല്ലാ നൈബേഴ്സും വിചാരിക്കുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കാം. But that did not happen, for the newborn child sought desperately to leave and cry louder his famished state. അപ്പം എത്ര തന്നെ വിശപ്പാണെങ്കിലും എത്ര തന്നെ കഷ്ടപ്പാടാണെങ്കിലും എന്തായാലും കൊള്ളാം, ഈ കുട്ടി ജീവനുമായിട്ട് പോരാടുകയാണ്. കരച്ചിലാണ്, ഭയങ്കര ഉച്ചത്തിൽ കരയാണ്, വിശപ്പ് കാരണമാണ് കരയുന്നത്. എന്നാൽ പോലും ജീവിക്കണം, അതിനു വേണ്ടിയിട്ട് ഈ കുട്ടി കരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. The distracted women stuffed their ears and Mikhali wandered about like a drunken man. അപ്പോൾ മിഖാലി ഒരുമാതിരി കള്ളു കുടിച്ചൊരവസ്ഥയിൽ ഇങ്ങനെ, കാരണം അവനും വിശപ്പും പട്ടിണിയും എല്ലാം ആണ്. ജോലിക്ക് പോകാനാണെങ്കിൽ അതും പറ്റുന്നില്ല, ഈ കുട്ടി ഉള്ളതുകൊണ്ടൊന്നും സാധിക്കുന്നില്ല. ഈ അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ ചെവി പൊത്തി വിളിച്ചിരിക്കുക കൊച്ചിൻ്റെ കരച്ചിൽ കാരണം. He hadn't a penny in his pocket to buy the infant milk, and not one woman in the camp was in a position to give it the breast enough to drive one man. അപ്പം ഇവന് ഭ്രാന്ത് വരാനുള്ള കാരണം, അല്ലെങ്കിൽ ഇവന് ഒരു ഭ്രാന്തമായ ഒരു സിറ്റുവേഷനിലാകാനുള്ള കാരണം എന്ന് പറയുന്നത് അവൻ്റെ ഒരു ചില്ലി കാശ് പോലും ഇല്ല, ഒരു പെനി പോലും ഇല്ല. ഈ കുഞ്ഞിന് പാല് മേടിച്ചു കൊടുക്കണമെങ്കിൽ പോലും. മാത്രമല്ല അവിടെയുള്ള ഒരു സ്ത്രീകളും ഈ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് അവർ സന്നദ്ധത കാണിക്കുന്നില്ല. അടുത്ത പാരഗ്രാഫ്. One day, unable to bear it further, Mikhali went to the other side of the place where Anatolians were. They also had fled from the Turkish massacres in Asia Minor. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ ഇവന് മറ്റുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോവുകയാണ്. ഇവന് അനറ്റോളിയൻസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവർ ഇതേപോലെ തന്നെ അഭയാർത്ഥികളാണ്. ടർക്കിഷ് മസാക്കർ എന്ന് പറഞ്ഞാൽ കൂട്ടക്കൊലയാണ്. Massacres in Asia Minor. Mikhali had been told that there was a nursing mother there who might take pity on his baby. So there he went full of hope. അപ്പോൾ വളരെയധികം പ്രത്യാശയോടാണ് അവിടെ ഇവന് പോകുന്നത്. കാരണം ആരോ പറഞ്ഞു അവിടെ ഒരു അമ്മയുണ്ട്, കുഞ്ഞുങ്ങളെയൊക്കെ പരിപാലിക്കുന്ന ഒരു അമ്മയാണ്. അപ്പോൾ അവിടെ ചിലപ്പം ഈ കുഞ്ഞിന് അമ്മ പാല് കൊടുക്കുമായിരിക്കുമെന്ന് പറഞ്ഞു. അടുത്ത പാരഗ്രാഫ് നോക്കണം. Their camp was like his, the same misery. Old women were crouched on pallets on the ground.
Barefooted children played about in pools of dirty water. അപ്പോൾ ആ അഭയാർത്ഥി ക്യാമ്പിൽ ചെന്നപ്പോൾ ഇവരുടെ അഭയാർത്ഥി ക്യാമ്പിൻ്റെ അതേ സിറ്റുവേഷനിലാണ്. എല്ലാവരും പ്രശ്നങ്ങളുടെ നടുവിലാണ്. കൊച്ചു കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, എല്ലാവരും കഷ്ടതകൾ അനുഭവിക്കണം. As he approached, several old women rose to ask what he wanted, but he walked on and stopped only at the opening of a tent. From the interior of the tent came the sound of a wailing infant. Wailing infant എന്ന് പറഞ്ഞാൽ കരയുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്നതിനാണ് വെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫൻ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾ. അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് ഇവർ നടന്നു പോയപ്പോൾ ഇവനിങ്ങനെ നടന്നു പോയപ്പോൾ കുറേ പ്രായമായ സ്ത്രീകളൊക്കെ ചോദിച്ചു എന്താ നിനക്ക് വേണ്ടിയത്. പക്ഷെ അവരോടൊന്നും സമാധാനം പറയാതെ ഇവൻ നടന്ന് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു ടെൻറ്റിൻ്റെ അവിടെ നിന്ന് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. അവിടെ വരെ അവൻ നടന്നു. Have pity on this poor orphan and give him a little milk. I'm a poor Armenian, he said in Greek. അപ്പം ഇവൻ്റെ ആവശ്യം എന്താണ്? ആവശ്യം ഈ കുഞ്ഞിന് കുറച്ച് പാല് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം അവന് ഗ്രീക്കിൽ തന്നെ പറഞ്ഞു. At his appeal, a lovely dark woman appeared. She held in her arms an infant, blissfully sucking the maternal breast, its eyes half closed. അപ്പോൾ ഈ അമ്മയ്ക്ക് ഒരു കുഞ്ഞുവാവയുണ്ട്. ആ കുഞ്ഞുവാവയെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് അവർ ഇവരോട് സംസാരിക്കാനായിട്ട് വരുന്നത്. Let's see the kid. Is it a boy or a girl? അപ്പോൾ ചോദിച്ചു കുഞ്ഞിനെ കാണിക്ക്, പെങ്കൊച്ചാണോ ആൺകൊച്ചാണോ? Mikhali's heart trembled with joy. അപ്പോൾ ഇവനോർത്തുമ്പോൾ സന്തോഷമായി. Several neighbors had come closer to see and they helped him to take from his shoulders the sack where the baby brother was held. With curiosity, they leaned over. He drew back the cover. അപ്പോൾ കുറേ ആൾക്കാരെല്ലാം കൂടെ ചുറ്റും കൂടി ഇവൻ്റെ പുറത്തുനിന്ന് കുഞ്ഞിനെ താഴെ ഇറക്കാനായിട്ട് അവനെ സഹായിച്ചു. എല്ലാവരും കൂടെ വന്ന് ചുറ്റും കൂടി നിൽക്കുകയാണ് ഈ കുഞ്ഞിനെ കാണാനായിട്ട്. എന്താണ് ഈ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞല്ലേ, ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്ന് ചുറ്റും കൂടി. The women gave vent to various cries of horror. The child had no longer anything human about it. The head had become enormous and the body of an incredible thinness was all shriveled up. അപ്പോൾ ഈ കുഞ്ഞിനെ കാണാനായിട്ട് വലിയ ആകാംക്ഷയോട് വന്ന സ്ത്രീകളെല്ലാം തന്നെ പേടിച്ചു പോയി. കാരണം ഈ കുഞ്ഞിനെ കണ്ട ഒരു മനുഷ്യക്കോലമില്ല, ദേഹമെല്ലാം ഒട്ടി, ഒരു എല്ല് മാത്രമേ ഉള്ളൂ, തലയ്ക്കാണെങ്കിൽ വലിയ വലുപ്പവും. എല്ലാവരും പേടിച്ചു. As until then it had sucked only its thumb, it was all swollen. It was dreadful to see. Mikhali himself drew back in fright. അപ്പോൾ ഇത്രയും നാൾ ജനിച്ചിട്ട് ഇത്ര നാളായിട്ട് ഈ കൈ വിരൽ മാത്രം തള്ളവിരൽ മാത്രമാണ് ഈ കുഞ്ഞ് കുടിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? കൈയുടെ തള്ളവിരൽ നല്ല വീർത്ത് സ്വലനായിട്ട് നീര് വന്നിരിക്കുകയാണ്. ഈ മിഖാലി തന്നെ ഈ കൊച്ചിനെ കണ്ടിട്ട് പേടിച്ചുപോയി. All of them together chased him away, threatening. His eyes filled with tears. He went off, bearing the little child still wailing in its hunger. അപ്പോൾ അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി ഇവനെ ഓടിച്ചു വിട്ടു, കാരണം അവരും പേടിച്ചുപോയി. അപ്പോൾ ഇവന് ഈ കുഞ്ഞിനെ എടുത്തോണ്ട്, ഈ കരയുന്ന കുഞ്ഞിനെ എടുത്തോണ്ട്, വിശപ്പ് കൊണ്ട് കരയുന്ന കുഞ്ഞിനെ എടുത്തോണ്ട് ഇവന് ഓടി. There was nothing to be done. The child was condemned to die of hunger. അപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല, ഇനിയിപ്പോൾ കുഞ്ഞ് വിശന്ന് മരിക്കേ നിവൃത്തിയുള്ളൂ. Mikhali felt himself immensely alone and lost. A chill ran up his spine at the thought that he was carrying such an unlucky child. He slumped down in the shadow of a shed. It was still very warm. ഇപ്പോൾ ഇവന് തന്നെ വിഷമായി, ഇത്ര ഒരു അൺലക്കി ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ താങ്ങിയാണല്ലോ ഞാനീ നടക്കുന്നത്, ഞാനിനി എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഈ കൊച്ച് വിശന്ന് മരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തന്നെ അവനും വിചാരിച്ചു. എന്ത് ചെയ്യണമെന്ന് അവനറിയത്തില്ല. അടുത്ത പാരഗ്രാഫ്. The country spread out before him in arid wasteland covered with refuse. അപ്പോൾ ഈ രാജ്യം അല്ലെങ്കിൽ അവൻ്റെ മുന്നിലുള്ള ആൾക്കാരെല്ലാം തന്നെ അവന് ഒരു തരിശു ഭൂമി പോലെയാണ്. കാരണം ആരും തന്നെ ഇവനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. എല്ലാവരും ഇവനെ
വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഓടിച്ചോടിച്ച് വിടുകയാണ് ചെയ്തത്. Noon rang out somewhere. The sound reminded him that he had eaten nothing since the day before. He would have to go sneaking about the streets, round cafe terraces, filching some half-eaten roll left on a plate, or else rake about in the garbage for what a dog would not have eaten. അപ്പോൾ ഇവനും ഭയങ്കര വിശപ്പിലാണ്, ഇവനും പട്ടിണിയിലാണ്, കൊടിയ ദാരിദ്ര്യമാണ്. അപ്പോൾ ഇനി ആലോചിക്കുകയാണോ, ഇനി ഒന്ന് നടന്നു നോക്കണം, നടന്നു നോക്കിയിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും ഫുഡ് വേസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പട്ടിയൊക്കെ അല്ലെങ്കിൽ തിന്നാതെ ഇട്ടിരിക്കുന്ന എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ അവിടെ നാണയത്തെ എടുത്ത് തിന്നണമെന്നുള്ള രീതിയിൽ അവൻ നടക്കാനായിട്ടുള്ളതാണ്. Suddenly, life seemed to him so full of horrors that he covered his face with his hands and began to sob desperately. അവന് സോബിയെന്ന് കരയുക, അവന് എന്താ ചെയ്യണമെന്നറിയാതെ അവന് കരയാൻ തുടങ്ങി, പൊട്ടിക്കരയാണ്. അടുത്ത പാരഗ്രാഫ്. When he raised his hand, a man stood before him, gazing down upon him. Mikhail recognized the Chinaman who often came to the camp to sell paper, knickknacks and charms which no one ever bought from him anyway. Often they mocked him because of his color and his squint eyes. അപ്പോൾ ഇവന് കൈപൊത്തി ഇരുന്ന് കരയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് ഇവനെ വിളിച്ചു. അപ്പം നോക്കിയപ്പോൾ ഒരു ചൈനക്കാരനാണ്. അപ്പോൾ അവന് മനസ്സിലാവും ഇത് നമ്മുടെ ഇവിടെ സ്ഥലത്ത് പേപ്പർ കൊണ്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അയാളെ വിൽക്കാൻ വരും. പക്ഷെ ആരും ഇയാളുടെ ഒന്നും വാങ്ങിക്കത്തില്ല. കാരണം ഇയാളുടെ കളർ കണ്ടിട്ടും ഇയാളുടെ സ്ക്വിൻ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചുരുങ്ങിയ കണ്ണുകളല്ലേ, ചൈനക്കാരുടെ കണ്ണുകൾ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും ചുരുങ്ങിയ കണ്ണുകളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇയാളെ എല്ലാവരും കളിയാക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ ആരും ഒന്നും മേടിക്കാറില്ല. Mikhail saw that he was looking gently down at him and moving his lips as though to speak. Finally the Chinaman said, "You mustn't cry, baby." അപ്പം ഇയാള് ഈ ചൈനക്കാരൻ വന്നിട്ട് പറഞ്ഞു, നീ കരയണ്ട, നീ വിഷമിക്കണ്ട. Then timidly, come with me. വളരെ സോഫ്റ്റായിട്ട് ടിമിഡായിട്ട് പറഞ്ഞു, വാ എൻ്റെ കൂടെ വാ എന്നിട്ട് വിളിച്ചുണ്ടോ. Mikhail's only answer was to shake his head negatively. He longed to flee. അപ്പം ഇവന് ആദ്യം തലയാട്ടി, ഞാൻ വരുന്നില്ല തരുന്നു. എൻ്റെ മനസ്സിലെന്നേരം എങ്ങനെയെങ്കിലും അങ്ങ് ഫ്ലീ എന്ന് പറഞ്ഞാൽ ഓടിപ്പോയാൽ മതി. He had heard so many horrors about the cruelty of the Orientals. ഇപ്പോൾ ചൈനക്കാരുടെ ഒത്തിരി അധികം ക്രൂവൽറ്റീസ് ഇവൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ മനുഷ്യൻ്റെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നാണ് അവൻ്റെ വിചാരം. Yet the man remained there and did not budge. Budge എന്ന് പറഞ്ഞാൽ അനങ്ങാൻ ഭാവിക്കാതിരിക്കുക, ഒരിടത്ത് തന്നെ ഉറച്ചു നിൽക്കുക. അപ്പോൾ ഇവന് എത്ര വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ തന്നെ നിന്നു, നീ എൻ്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. So, being in great distress, Mikhail followed him. What more awful thing could happen to him? അപ്പം പിന്നെ വിചാരിച്ചു, ഇനി എനിക്ക് സംഭവിക്കാൻ, ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാന്ന്, ഇയാളുടെ കൂടെ പോവാം എന്നാണ് തീരുമാനിച്ചു. As he walked along, he stumbled weakly and almost fell with the child. യാത്രയുടെ സമയത്തല്ലേ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണവും തളർച്ചയല്ലേ, അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ വീണുപോയി. The Chinaman came to him and taking the baby in his arms, tenderly pressed it to him. അപ്പം ഇവൻ താഴെ വീണപ്പം ഈ ചൈനക്കാരൻ വന്നിട്ട് ഈ കുഞ്ഞിനെ എടുത്ത് അയാളുടെ കയ്യിൽ വെച്ച് വളരെ കെയറിങ് ആയിട്ട് പിടിച്ചുകൊണ്ട്. They crossed several empty loads and then the man took a little lane that led them to a sort of wooden cabin surrounded by a very small garden. അപ്പോൾ കുറേ ദൂരം നടന്നു, അത് കഴിഞ്ഞിട്ടൊരു ചെറിയ ലെയിനിൽ കൂടെ, ലെയിൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു റോഡാണ്, ചെറിയൊരു മൺപാതയിൽ കൂടെ കയറി അയാൾ ഒരു സ്ഥലത്ത് പോയി. He stopped before the door and clapped his hands twice. അപ്പോൾ ഒരു ഡോറിൻ്റെ മുന്നിൽ ചെന്നിട്ട് കൈ 2 പ്രാവശ്യം കൊട്ടി. A few light steps inside and a tiny person came to open the door. Seeing the men, her face reddened and then a happy smile lit it up. She made a brief curtsy to them. As Mikhail remained there, hesitatingly rooted to the threshold,
The Chinaman said to him, "Come in then. Do not be afraid. This is my wife." അപ്പോൾ ഒരു ആൾ വന്ന് ഇവരെ ഗ്രീറ്റ് ചെയ്തു. അകത്തേക്ക് ഇവർ ചൈനക്കാരൻ കയറി പോവാണ്. ത്രഷോൾഡ് എന്ന് പറയുന്നത്, ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ടിളപ്പടി ഇല്ലേ, ഒരു വാതിലുണ്ടെങ്കിൽ അതിൻ്റെ കട്ടിളപ്പടി. അപ്പോൾ ഇവൻ ഈ കട്ടിളപ്പടിയുടെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇവൻ അകത്തോട്ട് കയറാനായിട്ട് തുടങ്ങുന്നത്. അപ്പം അയാൾ പറഞ്ഞു, വാ കയറി വാ, ഇതെൻ്റെ ഭാര്യയാണ്, നീ കയറി വരുന്നു. Mikhaili went into the room, rather large it seemed, separated in the middle by a colored paper screen. It was all so clean and neat, though very poor looking. In the corner, he noticed a wicker cradle. അപ്പം അകത്ത് കയറി. ഇപ്പം നല്ല വിശാലമായിട്ടുള്ളൊരു ഹോളാണ്. ആ ഹോളിനെ രണ്ടായിട്ട് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. ഒരു പേപ്പർ സ്ക്രീൻ വെച്ചിട്ട് രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റൂമാണ്. അപ്പോൾ അതിൻ്റെ മൂലയ്ക്കായിട്ടൊരു ക്രേഡിൽ. ക്രേഡിൽ എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ തൊട്ടിലില്ലേ, അതാണ് ക്രേഡിൽ എന്ന് പറയുന്നത്. "That is my baby," said the young woman, cocking her head graciously to one side and smiling at him. "He is very thin and very beautiful. Come and see." അപ്പം ആ സൈഡിലേക്ക് നോക്കിയിട്ട് ഇവർ പറഞ്ഞു, അതെൻ്റെ കുഞ്ഞാണ്, ഞങ്ങളുടെ കുഞ്ഞാണ്, നല്ല സുന്ദര കുട്ടനാണ് എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് വിളിച്ചോണ്ട് മിഖാലിയെ കുഞ്ഞിനെ കാണിക്കാനായിട്ട് വിളിച്ചു. Mikhaili went up closer and silently admired it. എന്ത് സൗന്ദര്യമാണെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. A chubby baby, നല്ല തുടുത്ത കുഞ്ഞാണ്. But lately, out of the darkness of the maternal body, slept peacefully, covered with a gold brocade cloth, like a little king. ഒരു രാജകുമാരനെ പോലെ അവന് നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ലാസ്റ്റ് പാരഗ്രാഫാണ്. Then the husband called his wife over. He told her to sit on a straw mat. അപ്പോൾ ഒരു പായയിലിരിക്കാനായിട്ട് ഭാര്യയോട് ഇയാൾ പറഞ്ഞു. Without a word, he sat down on her lap, the little famished one, bowing deeply before her. The woman leaned over with astonishment and drew back the covering in which the child was wrapped. അപ്പം ഈ ചൈനക്കാരൻ പറഞ്ഞു, നീ ഇവിടെ ഇരിക്കെ, എന്നിട്ട് ഈ കുഞ്ഞിനെ എടുത്ത് മടി കൊടുത്തു. ഇത് കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ ഇവർ തന്നെ പേടിച്ചു. റാപ്ഡ്, ചൈൽഡ് വാസ് റാപ്ഡ്. റാപ്ഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞ് കെട്ടി വെക്കത്തില്ല, അതിനാണ് റാപ്പ് ചെയ്യാന്ന് പറയുന്നത്. It appeared to her in all its skeletonic horror. ഒരു സ്കെലിറ്റൻ മാത്രമേ ഉള്ളൂ, സ്കെലിറ്റൻ്റെ ഒരു രൂപം മാത്രമേ ഉള്ളൂ ഈ കുഞ്ഞിനുള്ളത്. She gave a cry of immense pity, then pressed the baby to her heart, giving it the breast. Then, with a gesture of modesty, she brought forward a flap of her robe over the milk-swollen breast and the poor gluttonous infant suckling there. ഇപ്പോൾ ഗ്ലട്ടനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശപ്പിനാണ് ഗ്ലട്ടനസ് എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഈ ഭയങ്കരമായിട്ട് വിശപ്പ് നിറഞ്ഞിരിക്കുന്ന ഒരു കൊച്ചാണിത്. അവന് ആ ഒരു അമ്മ മറ്റൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്, എന്നാൽ പോലും ആ അമ്മയുടെ ആ ഒരു മാതൃത്വം കാരണമാണ് അമ്മ ആ കുഞ്ഞിന്, വിശന്ന് കരയുന്ന ആ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് തുനിയുന്നത്. എത്രയോ അധികം സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിൻ്റെ നിസ്സഹായമായ അവസ്ഥയും കണ്ടിട്ട് പോലും അതിനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അതിനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാനായിട്ട് ശ്രമിക്കാത്ത ഒത്തിരി അധികം അമ്മമാർ ആ ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവൻ പേടിച്ചിരുന്ന, മിഖാലി പേടിച്ചിരുന്ന ചൈനക്കാർ തന്നെ വന്നിട്ട് അവളുടെ ഭാര്യയുടെ പാല് കുടിക്കാനായിട്ടാണ് കുഞ്ഞിന് ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ ഫേസ്ബുക്കിൽ കൂടെ കാണുന്ന എല്ലാ കൂട്ടുകാരും പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ കമൻറ്റ്സ് ഇടാൻ മറക്കല്ല. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. ബൈ.